ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 11 ശ്ലോകം 6. ഗരുഡൻ്റെ ചുമലിൽ കൈവച്ച് ലക്ഷ്മി ഭഗവതിയോട് കൂടിയിട്ട് പുറത്തേക്ക് വന്ന ഭഗവാൻ സനകാദികളെയും ജയവിജയന്മാരെയും അനുഗ്രഹിക്കുന്നു. 6ാമത്തെ ശ്ലോകത്തിൽ പ്രസാദ്യ ഗർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗതൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാധി. പ്രസാദ്യ ഗർഭിഃ സ്തുവതഃ മുനീന്ദ്രാൻ അനന്യനാദോ അത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈഃ ത്രിഭിഃ മാം ഉപേതം ഇതി ആത്തകൃപം ന്യഗാധി. ത്വം സ്തുവതഃ മുനീന്ദ്രാൻ ഗീർഭിഹി. നിന്ദ്രവടി തന്നെ സ്തുതിക്കുന്ന സനകാദികളെ പ്രസാദ്യ അത നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് പിന്നീട് അനന്യനാഥോ തൗ പാർഷദോ വേറെ നാഥനില്ലാത്ത ആ ഭൃത്യന്മാരോട് യുവാം സംരംഭയോഗേന ത്രിഭിഹി ഭവൈഹി മാം ഉപേതം. നിങ്ങൾ രണ്ടുപേരും കോപത്തോടു കൂടിയുള്ള സ്മരണം വഴിക്ക് 3 ജന്മങ്ങളെ കൊണ്ട് എന്നെ പ്രാപിക്കുക. ഇതി ആത്തകൃപം ന്യഗാധി എന്ന് കാരുണ്യത്തോടുകൂടി അരുൾ ചെയ്തു. നിന്ദ്രവടി തന്നെ സ്തുതിക്കുന്ന സനകാദികളെ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് പിന്നീട് വേറെ നാഥനില്ലാത്ത ആ ഭൃത്യന്മാരോട് നിങ്ങൾ രണ്ടുപേരും കോപത്തോടു കൂടിയുള്ള സ്മരണം വഴിക്ക് 3 ജന്മങ്ങളെ കൊണ്ട് എന്നെ പ്രാപിക്കുക എന്ന് കാരുണ്യത്തോടുകൂടി അരുൾ ചെയ്തു. ഇങ്ങനെ സനകാദികളാൽ ശപിക്കപ്പെട്ടവരും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ജയവിജയന്മാരാണ് ആദ്യം ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരായിട്ടും പിന്നീട് രാവണ കുംഭകർണന്മാരായിട്ടും ഒടുവിൽ ശിശുപാല ദണ്ഡവക്ത്രന്മാരായിട്ടും 3 ജന്മമെടുത്തു. ദേശചിന്തയ്ക്ക് ശക്തി കൂടുമല്ലോ, അതുകൊണ്ടാണ് അവർക്ക് കേവലം 3 ജന്മം കൊണ്ട് ശാപമോക്ഷം കിട്ടിയത്. അല്ലെങ്കിൽ അധിക ജന്മം വേണ്ടി വരുമായിരുന്നു. ഭഗവാനെ ഏതു വിധത്തിൽ ധ്യാനിച്ചാലും ഗുണമേ ഉണ്ടാവൂ എന്ന് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രസാദ്യ ഗർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാധി. പ്രസാദ്യ ഗർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാധി. പ്രസാദ്യ ഗർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാധി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.